ചില ദേശീയ അന്താരാഷ്ട്ര മാധ്യമ റിപ്പോർട്ടുകൾ അനുസരിച്ച് ഇന്ത്യക്ക് അമേരിക്ക F-35 യുദ്ധവിമാനം ഓഫർ ചെയ്തിരുന്നു. എന്നാൽ ഇന്ത്യ ഈ ഓഫർ നിരസിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അമേരിക്കൻ വിതരണ ശൃംഖലകളെ ആശ്രയിക്കുന്നതിന് പകരം തദ്ദേശീയമായി വികസിപ്പിക്കുന്ന AMCA പദ്ധതിക്കും മേക്ക് ഇൻ ഇന്ത്യ പ്രതിരോധ നയത്തിനും മുൻഗണന നൽകാനാണ് ഇന്ത്യ തീരുമാനിച്ചത്. അമേരിക്കയുടെ F-35 മാത്രമല്ല, റഷ്യയുടെ Su-57ഉം ഇന്ത്യ നിരസിച്ചു എന്നതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. Su-57 നിർമ്മിക്കുന്ന പ്രോജക്റ്റിൽ റഷ്യയുടെ ഒപ്പം ഇന്ത്യ ഭാഗമായിരുന്നു. എന്നാൽ പെട്ടെന്ന് ഇന്ത്യ അത് വേണ്ട എന്ന് വെച്ച് അതിൽ നിന്ന് പുറത്തു കടക്കുന്നു. ഇപ്പൊ റഷ്യ നിരന്തരമായിട്ട് ഓഫർ ചെയ്തിട്ടും ഇന്ത്യ Su-57 വാങ്ങിയിട്ടില്ല. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് AMCAയുടെ കാര്യത്തിൽ ഇന്ത്യക്കുള്ള കോൺഫിഡൻസ് തന്നെയാണ്. 2025 പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാഷിംഗ്ടൺ സന്ദർശിക്കുന്നതിനിടെയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പരസ്യമായിട്ട് ഇന്ത്യക്ക് F-35 യുദ്ധവിമാനം ഓഫർ ചെയ്യുന്നത്. പിന്നീട് ഒളിഞ്ഞും തെളിഞ്ഞും അമേരിക്ക ഈ വിമാനം ഇന്ത്യക്ക് നൽകാനുള്ള സന്നദ്ധതയെക്കുറിച്ച് അറിയിച്ചു എന്നാണ് സൂചന. പക്ഷേ ഇന്ത്യ ഈ വിമാനം വാങ്ങേണ്ട എന്നാണ് തീരുമാനിച്ചത്. ഇന്ത്യൻ ഉദ്യോഗസ്ഥരുടെ നിലപാട് വളരെ ക്ലിയർ ആണ്. F-35ന്റെ ഒരു യൂണിറ്റിന് ഏകദേശം $80 ദശലക്ഷം വില വരും. ഇതിന്റെ പ്രവർത്തനങ്ങൾക്ക് അമേരിക്കയുടെ നിയന്ത്രണത്തിലുള്ള ലോജിസ്റ്റിക്സ്, മിഷൻ ഡാറ്റ നെറ്റ്വർക്കും ഒക്കെ ആയിട്ട് ബന്ധപ്പെടേണ്ടതുണ്ട്. ഈ തരത്തിലുള്ള ആശ്രയത്വം തന്ത്രപരമായ സ്വയംഭരണാധികാരം കാത്തുസൂക്ഷിക്കുന്ന ഇന്ത്യയുടെ ദീർഘകാല നയത്തിന് വിരുദ്ധമായിരുന്നു. എന്ന് വെച്ചാൽ അമേരിക്കയുടെ F-35 വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതിന്റെ എല്ലാ കാര്യങ്ങൾക്കും US-നെ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. എന്ന് മാത്രമല്ല, അമേരിക്കയുടെ ഒരു കണ്ണ് എപ്പോഴും ഇന്ത്യയിൽ ഉണ്ടാവും F-35 ഇവിടെ ഉള്ളതുകൊണ്ട്. അത് ഇന്ത്യയുടെ സ്വയംഭരണാധികാരത്തെ എന്നും ബാധിക്കുന്ന ഒരു വിഷയമായിട്ട് മാറുകയും ചെയ്യും. ഇന്ത്യയുടെ പക്കലുള്ള റഷ്യൻ വിമാനങ്ങളായിട്ടുള്ള സുഖോയ് 30 MKI, S-400 വ്യോമ പ്രതിരോധ സംവിധാനം എന്നിവയുമായിട്ട് F-35 വിമാനത്തെ ഒന്നിപ്പിച്ച് പ്രവർത്തിപ്പിക്കുക എന്നത് പ്രായോഗിക ബുദ്ധിമുട്ടുള്ള ഒരു പ്രശ്നമാണ്. റഷ്യൻ സംവിധാനങ്ങൾക്കൊപ്പം F-35 പ്രവർത്തിക്കുമ്പോൾ വിമാനത്തിന്റെ സ്റ്റെൽത്ത് ഡേറ്റ ചോരുമോ എന്ന് അമേരിക്കയ്ക്കും ഭയമുണ്ട്. സോ ഇതെല്ലാം കൊണ്ട് തന്നെ വലിയ ഡിമാൻഡുകളായിരിക്കും അമേരിക്ക മുന്നോട്ട് വയ്ക്കുന്നത്. ഇതെല്ലാം അംഗീകരിച്ച് F-35 വാങ്ങേണ്ടതില്ല എന്ന് ഇന്ത്യ തീരുമാനിക്കുകയായിരുന്നു. ഇന്ത്യയുടെ അടുത്ത സുഹൃത്താണ് റഷ്യ. എന്നിട്ടും ഇന്ത്യയും റഷ്യയും ചേർന്ന് സംയുക്തമായിട്ട് നിർമ്മിക്കാനിരുന്ന Su-57 പ്രോഗ്രാമിൽ നിന്ന് ഇന്ത്യ പിന്മാറി. വിദേശ സ്റ്റെൽത്ത് വിമാനങ്ങൾ വാങ്ങേണ്ടതില്ല എന്നുള്ള ഇന്ത്യയുടെ തീരുമാനം രാജ്യത്തിന്റെ പ്രതിരോധ നയത്തിലെ നിർണായകമായ ഒരു മാറ്റത്തെയാണ് അടയാളപ്പെടുത്തുന്നത്. 2007 ഇന്ത്യയും റഷ്യയും സംയുക്തമായിട്ട് ഒരു 5ാം തലമുറ യുദ്ധവിമാനം നിർമ്മിക്കുന്നതിനെ കുറിച്ച് തീരുമാനിക്കുന്നു, ധാരണയിലും എത്തുന്നു. ഒരു പതിറ്റാണ്ടോളം നീണ്ട ചർച്ചകൾക്കും കോടിക്കണക്കിന് രൂപയുടെ പ്രാഥമിക നിക്ഷേപങ്ങൾക്കും ശേഷം 2018 ഇന്ത്യ ഔദ്യോഗികമായിട്ട് പദ്ധതിയിൽ നിന്ന് പിന്മാറി. ഇതിന് കാരണമായിട്ട് ഇന്ത്യ ചൂണ്ടിക്കാണിച്ചത് ഈ ഒരു വിമാനത്തിലെ സ്റ്റെൽത്ത് ശേഷിയിലും റഡാർ ക്രോസ് സെക്ഷനിലും ഉണ്ടായ ആശങ്കകളാണ്. ഒരു ആധുനിക 5ാം തലമുറ സ്റ്റെൽത്ത് വിമാനത്തിന് ആവശ്യമായ ഏറ്റവും കുറഞ്ഞ റഡാർ നിരീക്ഷണ ശേഷി സുഖോയ് 57ന്റെ അടിസ്ഥാന രൂപകൽപ്പനയിൽ ഇല്ല എന്നും, പ്രത്യേകിച്ച് ഇതിന്റെ എഞ്ചിൻ രൂപകൽപ്പനയിലും എയർ ഇൻടേക്കുകളിലും പോരായ്മകളുണ്ട് എന്നും ഇന്ത്യൻ വ്യോമസേനയുടെ സാങ്കേതിക വിലയിരുത്തലിൽ വ്യക്തമായി. സാങ്കേതിക വിദ്യ കൈമാറുന്നതിലെ പരിമിതികളും ഒരു പ്രധാന തടസ്സമായിരുന്നു. ആവശ്യമായ സാമ്പത്തിക സഹായം നൽകിയിട്ടും സോഴ്സ് കോഡുകൾ, അത്യാധുനിക സെൻസർ ഇന്റഗ്രേഷൻ, റഡാർ സാങ്കേതികവിദ്യ എന്നിവ ലഭ്യമാക്കുന്നതിൽ ഇന്ത്യൻ എഞ്ചിനീയർമാർക്ക് ചില നിയന്ത്രണങ്ങൾ റഷ്യയുടെ ഭാഗത്തു നിന്ന് നേരിട്ടു. മാത്രമല്ല, പദ്ധതിയുടെ ചെലവ് ഭീമമായി ഉയർന്നതും അടുത്ത തലമുറയിലെ എഞ്ചിൻ വികസിപ്പിക്കുന്നതിലുണ്ടായ കാലതാമസവും നിക്ഷേപത്തിലെ പോരായ്മകളായിട്ട് ഇന്ത്യ വിലയിരുത്തി. മാത്രമല്ല, സാമ്പത്തിക ബാധ്യതയുടെ വലിയൊരു പങ്ക് ഇന്ത്യ വഹിക്കേണ്ടി വന്നെങ്കിലും വ്യാവസായിക പങ്കാളിത്തത്തിലും ഭൗതിക സ്വത്തവകാശത്തിലും വളരെ കുറഞ്ഞ വിഹിതം മാത്രമാണ് നൽകപ്പെട്ടത്. സംഗതി സുഹൃത്തൊക്കെ ആണെങ്കിലും ഇന്ത്യക്ക് ഇത് വലിയ ബാധ്യതയാകുമെന്ന് മനസ്സിലായി തന്നെയാണ് Su-57ൽ നിന്ന് ഇന്ത്യ പുറത്തു കടന്നത്. പിന്നീട് റഷ്യ നമ്മുടെ പുറകെ നടന്നു. മുഴുവൻ ടെക്നോളജി നൽകാം, മുഴുവൻ അവകാശങ്ങൾ നൽകാനും, അത് ചെയ്യാം ഇത് ചെയ്യാം എന്നൊക്കെ പറഞ്ഞു വന്നു. പക്ഷേ ഇന്ത്യ അതൊന്നും ഇതുവരെ ചെവിക്കൊണ്ടിട്ടില്ല. ലോകത്തെ പ്രധാനപ്പെട്ട 2 രാജ്യങ്ങളായിട്ടുള്ള അമേരിക്കയുടെയും റഷ്യയുടെയും കയ്യിലാണ് മികച്ച എയർക്രാഫ്റ്റുകൾ ഉള്ളത്. റഷ്യയുടെ Su-57ഉം അമേരിക്കയുടെ F-35ഉം താരതമ്യേന നല്ല വിമാനങ്ങൾ തന്നെയാണ്. അതിൽ F-35 കുറെ കൂടെ മികച്ച സ്റ്റെൽത്ത് വിമാനമാണ്. അതേസമയം റഷ്യയുടെ Su-57ഉം കൂടുതൽ റേഞ്ചുള്ള കുറേയേറെ പ്രത്യേകതകളൊക്കെ ഉള്ള ഒരു വിമാനമാണ്. ഇത് രണ്ടും വേണ്ട എന്ന് വെച്ചിട്ട് ഇന്ത്യ AMCAയുമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് എടുത്ത തീരുമാനം അത്ര നിസ്സാരമല്ല. അതിന് ഉറച്ച രാഷ്ട്രീയ തീരുമാനവും അതോടൊപ്പം തന്നെ സൈന്യത്തിന്റെ പൂർണ്ണമായിട്ടുള്ള കോൺഫിഡൻസും ആവശ്യമായിരുന്നു.
വിദേശ അഞ്ചാം തലമുറ വിമാനങ്ങൾ ഒഴിവാക്കുവാനുള്ള തീരുമാനം എയറോനോട്ടിക്കൽ ഡെവലപ്മെന്റ് ഏജൻസി DRDO, ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് എന്നിവയിലുള്ള നമ്മുടെ രാജ്യത്തിന്റെ വിശ്വാസത്തെയാണ് പ്രതിഫലിപ്പിക്കുന്നത്. ഇരട്ട എഞ്ചിനുള്ള മൾട്ടി റോൾ സ്റ്റെൽത്ത് വിമാനമായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന AMCയെ 2 ഘട്ടങ്ങളായിട്ടായിരിക്കും ഇന്ത്യ വികസിപ്പിക്കുക. ഒരു വിദേശ ശക്തിയുടെയും സഹായമില്ലാതെ AMCയെ നിർമ്മിക്കുന്നതിലൂടെ സ്വയം ഒരു പുതിയ ലോകശക്തിയായിട്ട് ഇന്ത്യ അവതരിക്കുക കൂടിയാണ്. AMCA Mark 1 എന്ന് പറയുന്നത് ഇറക്കുമതി ചെയ്ത അമേരിക്കയുടെ GE414 എഞ്ചിനുകൾ ഉപയോഗിച്ചായിരിക്കും പ്രവർത്തിക്കുന്നത്. ഇന്റേണൽ വെപ്പൺസ് ബേ, അത്യാധുനിക AESA റഡാർ സംവിധാനങ്ങൾ, ദേശീയമായി വികസിപ്പിച്ചെടുത്ത റഡാർ അബ്സോർബന്റ് മെറ്റീരിയലുകൾ എന്നിവയടങ്ങിയ 5ാം തലമുറയുടെ പതിപ്പാണ് ഈ മാർക്ക് 1 എന്ന് പറയുന്നത്. ഇത് ശരിക്കും ഒരു 5.5 ജനറേഷൻ എയർക്രാഫ്റ്റ് ആയിരിക്കുമെന്നാണ് കണക്കാക്കുന്നത്. AMCയുടെ മാർക്ക് 2 എന്ന് പറയുന്നത് തദ്ദേശീയമായിട്ട് ഇന്ത്യ വികസിപ്പിച്ചെടുക്കുന്ന എഞ്ചിനിലായിരിക്കും പ്രവർത്തിപ്പിക്കുക. ഇത് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു വിമാനമായിരിക്കും. ഡയറക്റ്റഡ് എനർജി വെപ്പൺസ്, ആളില്ലാ വിമാനങ്ങളെ നിയന്ത്രിക്കാനുള്ള ശേഷി, നിർമ്മിത ബുദ്ധി, അതുപോലെ തന്നെ പൈലറ്റ് അസിസ്റ്റ് എന്നിവയടക്കം അത്യാധുനികമായ 6ാം തലമുറ വിമാനങ്ങളിലുള്ള സവിശേഷതകൾ അടക്കമുള്ള ഒന്നായിരിക്കും മാർക്ക് 2 എന്ന് പറയുന്നത്. റഷ്യയുടെ Su-57നേക്കാൾ മികച്ച ഒരു സ്റ്റെൽത്ത് വിമാനമാണ് ഇന്ത്യയുടെ AMCA. അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളിലെ വിദഗ്ധരെല്ലാം തന്നെ AMCയുടെ ഡിസൈൻ ഏറ്റവും മികച്ചൊരു സ്റ്റെൽത്ത് ഡിസൈൻ ആണെന്ന് സമ്മതിക്കുന്നുണ്ട്. അമേരിക്കയുടെ F-35, സുഖോയ്, റഷ്യയുടെ Su-57 ഈ 2 വിമാനങ്ങളുമായിട്ട് AMCയെ താരതമ്യം ചെയ്യുമ്പോൾ വിമാനത്തിന്റെ കേവലമായ പറക്കൽ ശേഷിയേക്കാൾ ഇന്ത്യയുടെ പ്രവർത്തന ആവശ്യങ്ങൾക്കനുസരിച്ച് രൂപകൽപ്പന ചെയ്ത സമ്പൂർണ്ണ സാങ്കേതിക പരമാധികാരം മെച്ചപ്പെട്ട സ്റ്റെൽത്ത് ഡിസൈനുള്ള 2 ഘട്ടങ്ങളിലുള്ള വികസന മാതൃക എന്നിവയെല്ലാമാണ് AMCയെ വേറിട്ട് നിർത്തുന്നത്. Su-57 വിമാനങ്ങളുടെ എഞ്ചിൻ ഭാഗങ്ങൾ പുറത്തു കാണാൻ പറ്റുന്ന രീതിയിലുള്ള പരമ്പരാഗത എയർ ഇൻടേക്ക് ഡിസൈന് സ്റ്റെൽത്ത് ശേഷിയെ ബാധിക്കുമെന്നാണ് കരുതപ്പെടുന്നത്. അതൊരു വലിയ പോരായ്മയാണ്. AMCയിൽ എഞ്ചിന്റെ ഫാൻ ബ്ലേഡുകൾ ശത്രു റഡാർ തരംഗങ്ങളിൽ പെടാത്ത രീതിയിൽ മറച്ചു വയ്ക്കുന്ന ആധുനിക സംവിധാനമാണ് ഉപയോഗിക്കുന്നത്. Su-57 അപേക്ഷിച്ച് വിമാനത്തിന്റെ മുന്നിൽ നിന്നുള്ള റഡാർ ക്രോസ് സെക്ഷൻ വലിയ തോതിൽ ഇത് കുറയ്ക്കുകയും ചെയ്യുന്നുണ്ട്. ഉഷ്ണമേഖലാ അന്തരീക്ഷത്തിന് അനുയോജ്യമായ രീതിയിൽ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത സവിശേഷതകൾ നാനോ കോട്ടിംഗ് സാങ്കേതികവിദ്യയുമാണ് AMCയിൽ ഉപയോഗിക്കുന്നത്. ഇത് Su-57ന്റെ ആദ്യ പതിപ്പുകളേക്കാൾ മികച്ച സ്റ്റെൽത്ത് ശേഷിയാണ് നൽകുന്നത്. അമേരിക്കയുടെ F-35 പല വിധത്തിലുള്ള സോഫ്റ്റ്വെയർ പ്രശ്നങ്ങളുണ്ട്. ഇത് ഇന്ത്യ അത് വാങ്ങുകയാണെങ്കിൽ നമ്മളെയും ബാധിക്കുന്ന ഒരു വിഷയമാണ്. മാത്രമല്ല AMCയുടെ മിഷൻ കമ്പ്യൂട്ടറുകൾ, സെർവറുകൾ, സോഴ്സ് കോഡുകൾ എന്നിവയെല്ലാം ഇന്ത്യയുടേതാണ്. അമേരിക്കയുടെ ഒരു ശൃംഖലയെയും ആശ്രയിക്കേണ്ട ആവശ്യം നമുക്കില്ല. ബാഹ്യമായ സ്വിച്ച് ഓഫ് ഭീഷണികളോ വിദേശ വിതരണ ശൃംഖലയുടെ നിരീക്ഷണങ്ങളോ ഇല്ലാതെ AMCയെ പ്രവർത്തിക്കും. തദ്ദേശീയമായി നിർമ്മിച്ച അസ്ത്ര, രുദ്രം എന്നീ മിസൈലുകളും മറ്റ് വിദേശ നിർമ്മിത ആയുധങ്ങളും മൂന്നാമതൊരു രാജ്യത്തിന്റെ അനുമതി ഇല്ലാതെ തന്നെ AMCയിൽ ഉപയോഗിക്കാൻ ഇന്ത്യക്ക് കഴിയും. ഈ ഒരു വിമാനം പൂർത്തിയായി കഴിയുമ്പോൾ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച സ്റ്റെൽത്ത് വിമാനങ്ങളിൽ ഒന്നായിട്ട് ഇത് മാറുമെന്നാണ് കരുതപ്പെടുന്നത്. ഈ വരുന്ന 2027, 28, 29 ഈ വർഷങ്ങളിലായിരിക്കും ഇതിന്റെ പ്രോട്ടോടൈപ്പ് പുറത്തിറങ്ങാൻ പോകുന്നത്. അതൊരു ചരിത്ര സംഭവമായിരിക്കും. ലോകത്തിലെ ഏറ്റവും മികച്ച സ്റ്റെൽത്ത് വിമാനങ്ങളിൽ ഒന്നായിരിക്കും AMCയെ പുറത്തിറങ്ങുന്നതിലൂടെ ഇന്ത്യക്ക് ഉണ്ടാകാൻ പോകുന്നത്. 2032-35 കൂടി മാസ് പ്രൊഡക്ഷനാണ് ഇന്ത്യ പ്ലാൻ ചെയ്യുന്നത്. AMCയുടെ മാർക്ക് 1ഉം മാർക്ക് 2ഉം പൂർണ്ണമായി നിർമ്മിക്കുന്നതിലൂടെ ലോകശക്തിയായിട്ടുള്ള അമേരിക്കയെ പോലും വെല്ലുവിളിക്കാൻ കഴിയുന്ന തരത്തിൽ ഒരു വലിയ സൈനിക വ്യോമശക്തിയായിട്ട് ഇന്ത്യ മാറും. അമേരിക്ക കരുതുന്നത് ഇന്ത്യയുടെ ഈ നീക്കം റഷ്യയുടെ മേലുള്ള ആശ്രിതത്വം കുറച്ചുകൊണ്ട് പ്രതിരോധ രംഗത്ത് പൂർണ്ണമായ സ്വയം പര്യാപ്തത നേടുക എന്ന ലക്ഷ്യത്തോടെയാണെന്നാണ്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള എതിർപ്പുകൾ തൽക്കാലം അമേരിക്കയുടെ ഭാഗത്തു നിന്ന് നമുക്ക് ഉണ്ടാകില്ല എന്ന് പ്രതീക്ഷിക്കാം. കാരണം എഞ്ചിൻ സപ്ലൈയിലടക്കം അമേരിക്ക വിചാരിച്ചു കഴിഞ്ഞാൽ പണി തരാൻ പറ്റും. ആദ്യഘട്ടത്തിൽ അമേരിക്കൻ എഞ്ചിനുകളാണ് നമ്മൾ ഈ വിമാനത്തിൽ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് പക്ഷേ ഇന്ത്യയുടെ ഈ നീക്കം റഷ്യയുടെ മേലുള്ള ആശ്രിതത്വം കുറയ്ക്കാനായിട്ട് ഇന്ത്യയെ സഹായിക്കും. അമേരിക്കയും ആഗ്രഹിക്കുന്നുണ്ടത്. ഇന്ത്യ റഷ്യൻ ആയുധങ്ങൾ കൂടുതലായിട്ട് വാങ്ങുന്നത് അമേരിക്ക വളരെ ഒരു പ്രശ്നമായിട്ട് കാണുന്നുണ്ട്. കാരണം റഷ്യക്ക് അതിലൂടെ വലിയ രീതിയിലുള്ള ഫണ്ട് കിട്ടുന്നുണ്ട് എന്നാണ് അമേരിക്ക വിശ്വസിക്കുന്നത്. ഈ ഫണ്ട് കാരണം റഷ്യൻ എക്കണോമിയെ നിയന്ത്രിക്കാൻ പലപ്പോഴും അമേരിക്കയ്ക്ക് കഴിയാറില്ല. റഷ്യയുടെ അടുത്തുനിന്നുള്ള ഇന്ത്യയുടെ ആയുധ കച്ചവടം അടക്കമുള്ള കാര്യങ്ങൾ ഇന്ത്യ വാങ്ങുന്നത് അടക്കം അമേരിക്ക ഒരു പ്രശ്നമായിട്ട് കാണുമ്പോൾ ഇന്ത്യ തദ്ദേശീയമായിട്ട് ആയുധങ്ങൾ നിർമ്മിച്ച് സ്വയം പര്യാപ്തത കൈവരിക്കുന്നത് റഷ്യയുടെ ആ ഒരു ആശ്രിതത്വത്തിൽ നിന്ന് പുറത്തു കിടക്കാൻ ഇന്ത്യയെ സഹായിക്കുമെന്നുള്ളതാണ് അമേരിക്ക കാണുന്ന ഒരു പോസിറ്റീവ് കാര്യം. മാത്രമല്ല ചൈനയുടെ മേഖലയിലെ അപ്രമാദിത്വത്തെ ചലഞ്ച് ചെയ്യാനായിട്ട് ഒരു പരിധിവരെ ഇന്ത്യ ഉയർന്നു വരുന്നതിനെ അമേരിക്ക ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അമേരിക്കയുടെ മുകളിലോട്ട് ഇന്ത്യ വളരാൻ പാടില്ല എന്നും അവർ കരുതുകയാണ്. സോ എന്തായാലും അമേരിക്കയുടെ ഈ വിഷയത്തിലെ നിലപാടുകൾ വളരെ പോസിറ്റീവ്സും ഉണ്ട്, നെഗറ്റീവ്സും ഉണ്ട്. അമേരിക്ക ഇന്ത്യ ഒരേ സമയം തന്നെ ഒരു പങ്കാളിയായി കാണുന്നു, അതേസമയം ഒരു മത്സരാർത്ഥിയായി കാണുകയാണ്, അമേരിക്കയുടെ ഒരു കോമ്പറ്റേറ്റർ ആയിട്ടും കാണുകയാണ്. ഇതാണ് അമേരിക്ക ഇന്ത്യ റിലേഷനിൽ ഇനിയുള്ള കാലത്ത് അങ്ങോട്ടും നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്ന ഒരു ചലഞ്ച്. എന്തായാലും ഇന്ത്യയുടെ AMCയെ
ഇന്ത്യയുടെ ആധുനിക സാങ്കേതിക വിദ്യയുടെ ഏറ്റവും വലിയൊരു തെളിവായിട്ട് ലോകം കാണുന്നുണ്ട്, വിശേഷിച്ച് അമേരിക്ക കാണുന്നുണ്ട്. ചൈനയുടെ നെഞ്ചിടിപ്പ് കൂട്ടുന്ന കാര്യമാണ്. ചൈനയും നേരിടുന്ന വെല്ലുവിളി അമേരിക്കൻ ഡിസൈനൊക്കെ കോപ്പി അടിച്ച് J-20 ഒക്കെ ഉണ്ടാക്കിയെങ്കിലും ഇപ്പോഴും അതൊരു പൂർണ്ണമായിട്ടുള്ള സ്റ്റെൽത്ത് വിമാനമാണെന്ന് ആരും അംഗീകരിക്കുന്നില്ല. രണ്ടാമത് എഞ്ചിൻ എന്ന് പറയുന്നത് ചൈനയും നേരിടുന്ന ഒരു വലിയ വെല്ലുവിളിയാണ്. കാരണം റഷ്യൻ സാങ്കേതിക വിദ്യയിൽ നിന്നാണ് ചൈനയും അവരുടേതായ എഞ്ചിനൊക്കെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. അതിൻ്റെതായിട്ടുള്ള പോരായ്മകളുമുണ്ട്. എഞ്ചിന്റെ കാര്യത്തിൽ അമേരിക്കയും യൂറോപ്യൻസും തന്നെയാണ് എപ്പോഴും മുന്നിൽ നിൽക്കുന്നത്. അമേരിക്കൻ എഞ്ചിനുകളും യൂറോപ്യൻ എഞ്ചിനുകളും, ഇപ്പോൾ ഫ്രാൻസ് അടക്കം ഉണ്ടാക്കുന്ന എഞ്ചിനുകൾ അല്ലെങ്കിൽ റോൾസ് റോയ്സിന്റെ എഞ്ചിനൊക്കെ ഗംഭീരമായിട്ടുള്ള നിലവാരമുള്ള എഞ്ചിനുകളാണ്. ആ കാര്യത്തിൽ റഷ്യയും അതുപോലെ ചൈനയും വളരെ പുറകിലുമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ AMCAക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടെന്ന് അറിഞ്ഞിട്ടും അമേരിക്കൻ എഞ്ചിനുകൾ ചൂസ് ചെയ്തത്. എന്തായാലും അമേരിക്കയുമായിട്ടുള്ള ഒരു ഹെൽത്തി റിലേഷനിലൂടെ മാത്രമേ നമുക്ക് നമ്മുടെ ഈ പ്രോജക്റ്റ് വിജയകരമായി പൂർത്തിയാക്കാൻ പറ്റൂ. ആദ്യഘട്ടത്തിൽ നമുക്ക് അമേരിക്കൻ എഞ്ചിനുകൾ ആവശ്യമാണ്. രണ്ടാം ഘട്ടം നമ്മൾ ഫ്രാൻസുമായി ചേർന്നുകൊണ്ട് 5ാം തലമുറ വിമാനത്തിന് ആവശ്യമായിട്ടുള്ള എഞ്ചിൻ ഡെവലപ്പ് ചെയ്യാൻ ആരംഭിച്ചിട്ടുമുണ്ട്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.